പത്തനാപുരത്ത് ഭാര്യയെ അസഭ്യം പറഞ്ഞ ആളെ ഭർത്താവും സുഹൃത്തും ചേർന്ന് തല്ലിക്കൊന്നു. പിറവന്തൂർ സ്വദേശിയായ റെജി എന്ന ആനന്ദക്കുട്ടനാണ് കൊല്ലപ്പെട്ടത്. അയാളുടെ മൃതദേഹം വനത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കൊലപാതകം നടന്നത്. 10/5/2025 പത്തനാപുരത്ത് തന്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞ ആളെ ഭർത്താവിന്റെ സുഹൃത്തായ കറൂർ സ്വദേശി ഷാജഹാനും ചേർന്ന് ഇയാൾക്കൊരു മദ്യസൽക്കാരം നടത്തിയെന്നാണ് അറിയപ്പെടുന്നത്. ഇവര് രണ്ടുപേരും ഇയാളെ വിളിച്ചു. ഷാജഹാനും അതുപോലെ തന്നെ അനിൽകുമാറും. ഇയാൾ നല്ല മദ്യപാനിയാണ്. ഈ രജി എന്ന് പറഞ്ഞ ആള് ആര് മദ്യം കൊടുത്താലും പോവും. ആരെ തല്ലാൻ പോകണമെങ്കിലും ഇയാൾ കൂട്ടി നിൽക്കും. പൊതുവെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള് തന്നെ. അപ്പൊ ഇയാളാണ് ഭാര്യയെ അസഭ്യം പറഞ്ഞത്. അതേപ്പറ്റി സംശയമുണ്ട്. അസഭ്യം പറഞ്ഞതാണോ മറ്റു കാര്യം വല്ലതും ആണോ? എന്തായാലും മദ്യപിച്ചാൽ ഇയാള് ആരെയും തെറി വിളിക്കുന്ന ആളാണ്. റിച്ചി അപ്രകാരം വിളിച്ചതാകാം. അത് മറ്റേ ഭാര്യയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഭർത്താവ് അനിൽകുമാറും അയാളുടെ ഷാജഹാൻ എന്ന സുഹൃത്തും ഇവന് 2 കൊടുക്കാൻ തീരുമാനിച്ചു. കറൂർ സ്വദേശിയായ ഷാജഹാനും കൊണ്ട് ഒരു മദ്യസൽക്കാരം നടത്താൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ഇയാളെ വിളിച്ചുകൊണ്ട് അവരെ പത്തനാപുരം പെരുന്തോയിൽ തലപ്പാക്കോട്ട് ഭാഗത്തുള്ള അവിടെ ഒരു വാഴത്തോപ്പിലോട്ട് പോയി. പെരുന്തോയിലാണ് ആ സ്ഥലം. അവിടെ ഇന്ന് തൊട്ട് പുറയിലെ വനമാണ്. അവിടെ ഇരുന്ന് മദ്യപിച്ച ശേഷം ഭാര്യയെ ചീത്ത വിളിച്ച കാര്യം എടുത്തിട്ടു സംസാരിച്ചു. ഇവൻ വായു വന്ന തെറി വിളിച്ചിട്ടുണ്ടാവും. അയാളൊരു ക്രിമിനലാണ്, അത് സ്വാഭാവികമാണ്. എതിർത്ത് സംസാരിച്ചിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അനിൽകുമാറും ഷാജഹാനും ചേർന്ന് ഇവനിട്ട് അടിച്ചു. പൊതിരെ തല്ലി. അടി അങ്ങോട്ട് കസർത്ത് കയറി ഇയാൾ കൊല്ലപ്പെട്ടു. അനിൽകുമാറിന് ഒരു സുഹൃത്തായ ഷാജഹാൻ, അയാൾ സ്വല്പം ധൈര്യവാനാണ്. അയാൾ തല്ലു കൊടുക്കാൻ മിടുക്കനാണ്. അതുകൊണ്ടായിരിക്കും അനിൽകുമാർ ഷാജഹാനെ വിളിച്ചുകൊണ്ട് വന്നത്. രണ്ടുപേരും മദ്യപാനികളാണ്. അതേസമയത്ത് വലിയ മദ്യപാനിയായ റെജി എന്ന ഓമനക്കുട്ടൻ, അവൻ ഇവർ വിളിച്ചപ്പം തന്നെ ഓടി വന്നു, മദ്യം കഴിച്ചു. ആള് മരിച്ചു എന്ന് കണ്ടപ്പം അതിനടുത്തുള്ള ഫോറസ്റ്റ് ഭാഗത്തേക്ക് ഇവനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി. പെരുന്തോയിൽ തലപ്പാക്കെട്ടു ഭാഗത്ത് ആ ഡെഡ് ബോഡി കൊണ്ടുപോയി വലിച്ചിട്ടു. അതവിടെ കിടന്നു. 2 ദിവസം കഴിഞ്ഞാണ് ഇയാളെ കാണുന്നില്ല എന്നുള്ള വിവരം, ഇയാൾ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നു എന്നുള്ള വിവരം പുറത്തറിയുന്നത്. വനപാലകരാണ് ഈ ഡെഡ് ബോഡി ആദ്യം കണ്ടത്. എന്തായാലും അതിനെ സംബന്ധിച്ച് നാട്ടുകാർ പിന്നീട് ആളെ തിരിച്ചറിഞ്ഞു. ഇത് റെജിയുടെ എന്ന് വിളിക്കുന്നയാളുടെ മൃതദേഹമാണ്. ഇയാളൊരു അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, 38 വയസ്സുകൊണ്ട്. സംഭവത്തെപ്പറ്റി അനിൽകുമാറിന്റെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസ് വളരെ വിദഗ്ധമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വിവരം പറഞ്ഞു. ഇവർ തമ്മിൽ അടിയുണ്ടായി. ഈ അസഭ്യം പറഞ്ഞതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പം അടിച്ചു, ആള് ചത്തുപോയി എന്നുള്ള വിവരം അനിൽകുമാറിന്റെ ഭാര്യയാണ് പോലീസിനടുത്ത് പറയുന്നത്. അതോടുകൂടി ഈ 2 പ്രതികളും ഒളിവിൽ പോയി. ഇവന്റെ ഡെഡ് ബോഡി കണ്ടെങ്കിലും അവര് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്വേഷണം തങ്ങളിലേക്ക് വരും. എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം അത് വെളിയിലാകില്ല എന്ന് അവർ വിചാരിച്ച. പക്ഷെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പം ഇവര് മദ്യസൽക്കാരം നടത്തി ഇവൻ ഭാര്യയെ ചീത്ത വിളിച്ചതിന് അവര് ചോദ്യം ചെയ്ത് പകരം ചോദിച്ചു, തല്ലുകൊടുത്തു എന്ന് പറഞ്ഞു. അതോടുകൂടി പ്രതികളെ പറ്റി പോലീസിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. പ്രതികൾ 2 ഒളിവിൽ പോയി. പക്ഷെ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെ, അനിൽകുമാർ ഇപ്പോഴും ഒളിവിലാണ്. അയാളാണ് 1-ാം പ്രതി, ഷാജഹാൻ 2-ാം പ്രതി. ഈ ഒരു സംഭവത്തിന് ഇയാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാൾക്ക് തല്ലു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇയാൾ അവരെയും തിരിച്ച് തല്ലിയിട്ടുണ്ടാവണം. അപ്പം കുറച്ച് അവർ ബലം പ്രയോഗിച്ചു, കൂടുതൽ തല്ലു കൊടുത്തു. അങ്ങനെ ആയിരിക്കണം ഇയാൾ മരിച്ചുപോയി. അയാൾക്ക് ചിലപ്പം കഴുത്തിൽ അയാളെ പിടിച്ച് താഴെയിട്ട് കഴുത്തിൽ ചവിട്ടിയിട്ടുണ്ടാവും.
അല്ലെങ്കിൽ വയറിലും അല്ല മർമ്മസ്ഥലങ്ങളിലൊക്കെ ചവിട്ടി മെതിച്ചിട്ടുണ്ടാവും. ആള് താഴെ വീണ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കണം മരണപ്പെട്ടത്. ഏതായാലും നല്ല മർദ്ദനമേറ്റു, അത് മരണകാരണവുമായി. മറ്റ് രീതിയിലുള്ള മുറിവുകളൊന്നും ദേഹത്തുണ്ടെന്ന് അറിയില്ല. എങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വിവരം അറിയാം. 3 ദിവസം ഡെഡ് ബോഡി അവിടെ കിടന്നു എന്നുള്ളതാണ്. വനത്തിനകത്ത് കിടന്ന് മൃഗങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ ഭാഗ്യം, അല്ലെങ്കിൽ ആളെ പോലും ഡിസപ്പിയർ ചെയ്യും, അറിയില്ല എന്ന് വന്നതന്നെ. ഏതായാലും അയാളുടെ പ്രവൃത്തി മരിച്ചയാളുടെ കോണ്ടാക്ട് അത്ര നല്ലതല്ല. പല ആൾക്കാർക്കും എതിരായിട്ട് ഇയാൾ തെറി വിളിക്കും, ചീത്ത വിളിക്കാനും കൂലിത്തല്ലിനൊക്കെ പോകുന്ന വ്യക്തി തന്നെ, അതിൽ സംശയമില്ല. അങ്ങനെ ഒരാളാണ് ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത്. ഭാര്യയെ ചീത്ത വിളിച്ചു മോശമായി പെരുമാറിയിട്ടുണ്ടാവും, അത് പകരം ചോദിച്ചു ആള് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി. അതാണ് ഈ കേസിന്റെ സ്വഭാവം.